ഇപ്പോഴാണോ വീട്ടിലേക്ക് വരാൻ തോന്നിയത്? അമ്മായിക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇതെന്താണ് ഇതിങ്ങനെ? എന്തോ കുഴപ്പമുണ്ട്. എനിക്കറിയാം രവിക്ക് ഈ പത്നിയെ മറക്കാൻ പറ്റില്ലെന്ന്. ഇതേതോ നോവലിലെ കഥാപാത്രമാണോ? എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ. എന്റെ ദൈവമേ, ഇനിയിപ്പോ നമ്മൾ എന്തോ ചെയ്യും? മെർലിന് നമുക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷേ നമ്മുടെ സിദ്ധു ലച്ചുവിന്റെ മാത്രമാണ് അതിൽ കയറി കളിക്കുന്ന കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി. പക്ഷെ ഒരു കോമഡി എപ്പിസോഡ് കണക്കാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സിദ്ധു ലച്ചുവിന്റെ ഇടയിലോട്ട് മെർലിൻ കയറി വരുന്നത്. മെർലിന് കേശുണ്ട്, അല്ലാതെ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ പരിപാടി വന്നപ്പോൾ എന്തോ പോലെ തോന്നി. പക്ഷെ എന്നാലും കോമഡി ആയിട്ടുള്ള ഒരു എപ്പിസോഡായിട്ടാണ് തോന്നിയത്. ഏതോ ഒരു കഥാപാത്രമായിട്ടാണ് മെർലിനെ ആക്ട് ചെയ്യുന്നത്. ഇനി നോവലിലെ കഥാപാത്രമാണോ എന്ന് സിദ്ധു ചോദിക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. കുറെ നേരം മെർലിൻ റൂമിനകത്ത് കയറിയിരുന്നിട്ട് ഇറങ്ങിയിട്ട് വേറൊരു ലുക്കിലാണ് ഇറങ്ങി വരുന്നത്. അപ്പൊ എന്തോ ഒരു സംഭവം, മറ്റേ തിളക്കത്തില് സലീം കുമാർ ഇടയ്ക്ക് വെച്ചിട്ട് മറ്റേ കഞ്ചാവ് അടിച്ചിട്ട് വേറെ ഒരു സംഭവത്തിലേക്ക് പോകും. അപ്പൊ അതേപോലെ എന്തോ ആണോ എന്ന് എനിക്ക് അറിവിടെ. എന്തായാലും എപ്പിസോഡ് വന്നിട്ട് നമുക്ക് കണ്ടറിയാം. എന്തായാലും പുതിയ പ്രൊമോ നല്ല രസകരമായിട്ട് തന്നെ വന്നിട്ടുണ്ട് എപ്പിസോഡിന്.